പാലക്കാട്ട് നിന്നും ഒരു പ്രധാനപ്പെട്ട വാർത്തയെത്തുന്നു. പാലക്കാട് കുഴൽമന്നത്ത് ആനയിടഞ്ഞു എന്നാണ് വാർത്ത. ശ്രീ കാളിമുത്തി ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേലയിൽ എഴുന്നള്ളിപ്പിനിടെയാണ് ആന ഇടഞ്ഞിരിക്കുന്നത്. ആനപ്പുറത്ത് തിടമ്പേറ്റിയ രണ്ടുപേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. DJ-യുടെ അമിതമായ ശബ്ദത്തെ തുടർന്നാണ് ആന ഇടഞ്ഞത് എന്നാണ് പാപ്പാന്മാരുടെ പരാതി. അത് ശരിയാണ്. DJ-യുടെ ശബ്ദം അമിതമായ ഏത് ആനയുടെ? നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു. ഓക്കെ, ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ, എന്താണ് കൂടുതൽ വോളിയത്തിലേക്ക് ഈ ശബ്ദം വെച്ചതാണോ ആന ഇടയാനുള്ള കാരണം? എന്തായാലും അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നത് ആശ്വാസം നൽകുന്നു. ആർക്കും പരിക്കൊന്നുമില്ലല്ലോ അല്ലേ? അരുൺകുമാർ, ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം പാലക്കാട് കുഴൽമന്നത്ത് വെച്ച് നടക്കുന്നത്. കുഴൽമന്നം കാളിമുത്തു ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നലെ വേല നടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ വേലയ്ക്ക് എഴുന്നള്ളിച്ച ഈ കൊല്ലം തടത്താവിള ശിവൻ എന്ന ആന ഇടഞ്ഞത്. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പ്രദേശവാസികൾ അല്ലെങ്കിൽ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒരു DJ വാഹനം ഇറക്കിയിരുന്നു. നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഭയങ്കര ശബ്ദമാണ് ഈ വാഹനത്തിന് ഉണ്ടാവുക. ഈ വാഹനത്തിൽ നിന്ന് വന്ന ശബ്ദത്തെ തുടർന്നാണ് ആന ഇടഞ്ഞതെന്നാണ് ഇപ്പോൾ ഏതായാലും പാപ്പാന്മാർ പറയുന്നത്. 2 മണിക്കൂർ എടുത്തുകൊണ്ടാണ് പാപ്പാന്മാർക്ക് ഈ ആനയെ തളച്ച് ലോറിയിൽ കയറ്റി കൊണ്ടുപോകാൻ സാധിച്ചത്. ഈ ആന ഇടയുന്ന സമയത്ത് തിടമ്പേറ്റിക്കൊണ്ട് ഈ ആനയുടെ പുറത്ത് 2 പേരുണ്ടായിരുന്നു. പല്ലശ്ശന സ്വദേശികളായിട്ടുണ്ടായിരുന്ന കണ്ണൻ, സുരേന്ദ്രൻ എന്നിവരായിരുന്നു ഈ ആനയുടെ പുറത്തുണ്ടായിരുന്നത്. ഏതായാലും ഇവർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെടാൻ സാധിച്ചു എന്നാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. 2 മണിക്കൂർ ശേഷം പാപ്പാന്മാർക്ക് ആനയെ കൃത്യമായി തളയ്ക്കാനും ലോറിയിൽ കയറ്റി കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട്. ആശ്വാസകരമാണ്. ഇക്ബാൽ ആണ് വാർത്ത നൽകിയത്. അപ്പോൾ എന്തായാലും ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഉത്സവ കമ്മിറ്റിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ആനയുടെ ഡയഫ്രം അടിച്ചു പോകുന്ന രീതിയിൽ ദയവേത് നിങ്ങൾ ഈ ശബ്ദം ഉണ്ടാക്കരുത്. ആന ഇടഞ്ഞോടിയാൽ പിന്നെ നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ പൂരത്തിൻ്റെയും വേലയുടെയും ഒക്കെ സമയമാണ്. നമ്മളിപ്പോൾ